ബംഗളൂരു നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ കവർച്ചയായിരുന്നു ഇന്നലെ പട്ടാപ്പകൽ നടന്ന പണം കൊള്ള. ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുപോയ 7 കോടി രൂപ തട്ടിയ കേസിൽ ഇപ്പോൾ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. കവർച്ചാ സംഘം ഉപയോഗിച്ച കാർ ആന്ധ്രയിലെ തിരുപ്പതിക്ക് സമീപത്ത് നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ തട്ടിപ്പുകാരെ ഉടൻ പൂട്ടുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ATM-ൽ പണം നിറയ്ക്കാൻ പോയ വാഹനം തടഞ്ഞു നിർത്തി 7.11 കോടി രൂപ തട്ടിയെടുത്തത്. ഗ്രേ കളർ ഇന്നോവ കാറിലെത്തിയ സംഘം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. ബംഗളൂരു നഗരത്തിലെ ഡയറി സർക്കിളിൽ വെച്ച് ജീവനക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കിയ ശേഷം പണം തട്ടിയെടുക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ ബെന്നാർഘട്ട റോഡിലൂടെയാണ് വാഹനം പോയതെന്ന് കണ്ടെത്തി. തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിനെ കൂടി വിവരമറിയിച്ചു. ഇന്ന് രാവിലെയോടെയാണ് തിരുപ്പതിക്ക് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് ഇന്നോവ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പിടിക്കപ്പെടാതിരിക്കാൻ ഇവിടെ നിന്ന് മറ്റു വാഹനത്തിൽ പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. ആന്ധ്രാപ്രദേശ് പോലീസിന്റെ കൂടി സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ CMS വാനിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്നാണ് സൂചന. ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ಕಾರು ಈಗಾಗಲೇ ರಿಕವರ್ ಆಗಿದೆ. ಉಪಯೋಗಿಸಿದಂಥ ಕಾರು ಅವರು ಯಾರು ದರೋಡೆಕೋರರು ಇದ್ದಾರೆ ಅವ್ರನ್ನು ಕೂಡ ಪತ್ತೆ ಹಚ್ತೀವಿ, ಅವ್ರನ್ನ ಅರೆಸ್ಟ್ ಮಾಡಿ. പട്ടാപ്പകൽ നടന്ന കവർച്ച പോലീസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിനായി സൗത്ത് DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. സംസ്ഥാനത്ത് ഇത്തരം കവർച്ചകൾ വർദ്ധിക്കുന്നത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.